രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറൻ തീരത്തു നിന്നും മാലദ്വീപിനടുത്തായി ഒരു പുതിയ നാവികതാവളം സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. അതായത് മാലദ്വീപിന്റെ കളികളൊന്നും ഇനി നടക്കില്ല. മാലദ്വീപിനും ഇന്ത്യക്കുമിടയിൽ സംഘർഷം രൂക്ഷമായതിനാൽ പുതിയതായി സ്ഥാപിക്കുന്ന ഈ നാവികതാവളത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപായ മിനിക്കോയിൽ INS ജഡായു എന്ന പേരിലാണ് ഈ ബേസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ ലക്ഷദ്വീപുകൾ മാലദ്വീപിന് വടക്ക് 130 കിലോമീറ്റർ, അതായത് 80 മൈൽ അകലെയാണ്. ഈ നാവികതാവളം പടിഞ്ഞാറൻ അറബിക്കടലിലെ കടൽക്കൊള്ളക്കെതിരായി ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനത്തെ സുഗമമാക്കുകയും പ്രവർത്തിക്കാനുള്ള അവരുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. തന്ത്രപ്രധാനമായ ദ്വീപുകളിൽ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയത്തിന്റെ ഭാഗമാണ് ഈ താവളം എന്നാണ് ഇന്ത്യൻ നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് കവരത്തിയിൽ INS ദ്വീപ് രക്ഷക് എന്ന പേരിൽ ഇതിനകം തന്നെ ഇന്ത്യക്ക് ഒരു താവളമുണ്ട്. ഇതിനുശേഷം രണ്ടാമത്തെ നാവികതാവളമാണ് INS ജഡായു. INS ജഡായു കമ്മീഷൻ ചെയ്യുന്നതോടെ നാവികസേനയുടെ പ്രവർത്തന നിരീക്ഷണം, എത്തിച്ചേരൽ, ഉപജീവനം എന്നിവ വ്യാപിപ്പിക്കും. 1980കളുടെ തുടക്കത്തിലാണ് മിനിക്കോയ് നാവികസേന രൂപീകരിച്ചത്. ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് മിനിക്കോയ്. ഈ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകൾക്ക് അറബിക്കടലിൽ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത്. ഈ ദ്വീപുകൾക്ക് സമീപത്തു നിന്ന് നിരവധി കപ്പൽപാതകൾ കടന്നു പോകുന്നുണ്ട്. 2012ലാണ് കവരത്തിയിലെ നാവികസേന INS ദ്വീപ് രക്ഷക് എന്ന നാവിക സ്ഥാപനമായി കമ്മീഷൻ ചെയ്തത്. കൂടാതെ സമുദ്ര സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനായി നാവികസേന 2016-ൽ ആൻഡ്രോത്ത് ദ്വീപിൽ ഒരു നാവികസേന രൂപീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ദ്വീപുകൾക്ക് സമീപം കനത്ത ഷിപ്പിംഗ് റൂട്ടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങളുടെ വൃത്തങ്ങൾ പറയുന്നുണ്ട്, ഷിപ്പിംഗ് റൂട്ടുകൾ കാരണം സാമ്പത്തിക ഹൈവേ ആയി കണക്കാക്കപ്പെടുന്ന മലാക്ക കടലിടുക്ക് ഇതിന് സമീപമാണ് ഉള്ളത്. പുതിയ താവളം നാവികസേനയ്ക്ക് ഷിപ്പിംഗ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് ഒരു മുൻതൂക്കം തന്നെ നൽകും. പ്രതിസന്ധികളിൽ പ്രതികരിക്കാൻ സേനയെ കൂടുതൽ മികച്ചതാക്കും. കൂടുതൽ നാവികസേനയുടെ ആസ്തികൾ എന്നാൽ പ്രതികരിക്കാനുള്ള ഒരു വലിയ നെറ്റ്വർക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. ലക്ഷദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള ഔട്ട് പോസ്റ്റായി സ്ഥിതി ചെയ്യുന്ന ഈ മിനിക്കോയ് ദ്വീപ് സുപ്രധാനമായി സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സുപ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രധാന സമുദ്രപാതകളുമായുള്ള ഇതിന്റെ സാമീപ്യം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും മേഖലയിലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഒരു പ്രധാന പങ്കു വഹിക്കുന്നു. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും ഉള്ള ഒരു സ്വതന്ത്ര നാവിക യൂണിറ്റ് ഈ ദ്വീപിൽ ഉണ്ടായാൽ ഇന്ത്യൻ നാവികസേനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനശേഷി ഇത് വർദ്ധിപ്പിക്കും. ഈ അടിത്തറ പടിഞ്ഞാറൻ അറേബ്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനത്തെ സുഗമമാക്കും. INS ജഡായു വിമാനവാഹിനി കപ്പലുകളെ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു പൂർണ്ണ ശേഷിയുള്ള നാവിക താവളമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ തന്ത്രപരമായ നീക്കം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കകളും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷദ്വീപുകളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് INS ജഡായു.